ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ആനുകാലികങ്ങളാണ്. കേരളം, പ്രത്യേകിച്ചും വയനാട്, രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാത്ത ചില അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓരോ വാർത്തകളും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ചെളിയിലൂടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ഒഴുകി വരുന്നതും എടുത്തുകൊണ്ടു പോകുന്നതുമായ രംഗങ്ങളാണ്. അതിനാൽ കണ്ണടയ്ക്കുമ്പോൾ കട്ടിൽ പോലും ചെളിയിലൂടെ പുതഞ്ഞു ഒഴുകുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അത്രയും ഭീതിതമായ ഒരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ വാർത്തകളിലും ചാനലുകളിലും നടക്കുന്ന ചർച്ചകളും ചില പഞ്ചായത്തിലൊക്കെ നടക്കുന്ന ആഘോഷങ്ങളും അതുപോലെ നമ്മുടെ കേന്ദ്ര ഭരണാധികാരികളുടെ പ്രസ്താവനകളുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാതെ നമ്മൾ അണപൊട്ടി പ്രതികരിക്കാൻ തോന്നുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ നാട് എക്കാലവും മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, മലയാളികളുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന ചില രംഗങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും കടന്നു പോകാറ്. അത് കോവിഡായാലും വെള്ളപ്പൊക്കമായാലും ഏത് ദുരന്തങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും ഒരാളുടെ ജീവന് വേണ്ടിയിട്ടാണെങ്കിലും കോടികൾ സമ്പാദിക്കുന്ന കാര്യത്തിലായാലും എന്തിലും ഒരു മലയാളിയുടെ ഐക്യവും അഖണ്ഡതയും എല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടവരാണ്. അത് തന്നെയാണ് ഇപ്പോഴും വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ പൊട്ടി ഒഴുകുന്ന ജനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിനും മറ്റും എത്തുന്ന സന്നദ്ധ സംഘടനകൾ, അവർ പല നിറങ്ങളുണ്ടാകാം, പല കളറിലുള്ളവരാകാം, എന്തുമാകട്ടെ, മനുഷ്യർ ഓടിയെത്തുന്നു. അവർ അവരുടെ സംഘടനകളെ തിരിക്കാൻ ചിലർ കളർഫുൾ ബനിയനുകളൊക്കെ ഒട്ടിട്ടുണ്ടാകാം. എന്നാലും അവർ മനുഷ്യരാണ്, കൈകോർത്ത് പിടിക്കുന്നു. അവർക്ക് രാഷ്ട്രീയമില്ല, മതമില്ല. അവിടെ അവർ അവരുടെ മസിൽ പവർ കൊണ്ട് ആ ചെളിയിൽ പുതഞ്ഞ മനുഷ്യ ശരീരങ്ങളെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ജീവനുണ്ടോ എന്ന് തപ്പി നോക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളിലും മറ്റും ചില ആളുകൾ വന്നിരുന്ന് നടന്ന ചർച്ചകൾ കേട്ടാൽ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പോകും. അത്രമാത്രം വികാരധീനതയോടെയാണ് നമ്മൾ ആ ചർച്ചകൾ കേൾക്കുന്നത്. ആ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് തുണി ഊരി ഉടുപ്പിച്ച് പുതപ്പിച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ട് TG എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളെ TG സാർ എന്നാണ് ആരും വിളിക്കുന്നത് കേട്ടത്. അയാൾ പറയുന്നു, ഇതൊക്കെ അവരെ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ചില വീഡിയോകളാണ്. അവർ DYFIക്കാരാണ്, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളാണ്, അല്ലെങ്കിൽ ജമായത്ത് കമ്മിറ്റികളുടെ സംഘടനകളാണ്. അവരുടെ കളർഫുൾ ബനിയനുകൾ ഇട്ടുകൊണ്ട് അവർ ഷോ കാണിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച എനിക്ക് കേൾക്കാനിട വന്നു. അത് കേട്ടപ്പോൾ ആ പറഞ്ഞ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് വ്യക്തതയില്ല. അയാളെ ഒന്ന് നേരിൽ കണ്ടാൽ കൊള്ളാമെന്ന് പോലും തോന്നിപ്പോയി. അത്രമാത്രം സ്നേഹം തോന്നി അയാളോട്. കാരണം ഇവരൊക്കെ ഷോ കാണിക്കുകയാണ്, സേഫ് സോണിൽ ഇരുന്നാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ TG സാർ എന്ന് പറയുന്ന അയാൾ ആരാണാവോ എന്താണാവോ അയാളുടെ ചർച്ചകൾ. ഞാൻ ആ TV ഓഫ് ചെയ്തു, കാരണം അത് കേൾക്കാതിരിക്കാൻ. അത്രമാത്രം എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. അതെന്തുമാകട്ടെ. മറ്റൊന്ന്, നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടുണ്ട്, സിനിമാ നടൻ സുരേഷ് ഗോപി. അദ്ദേഹത്തോട് കേരളത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അറിയിക്കാം, നിങ്ങൾ ഏത് ചാനലുകാരാണ്, നിങ്ങളോട് മറുപടി പറയാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് നമ്മളുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും മന്ത്രിമാർക്കും ഒക്കെ പറ്റിയത്? കേരളം ഒന്നാകെ ആ പ്രദേശത്തേക്ക് അലയടിക്കുകയാണ്, ഓടിയെത്തുകയാണ്. ഒരു കൈത്താങ്ങെങ്കിൽ ഒരു കൈത്താങ്ങ് എന്നുള്ള കണ്ടീഷനിൽ. അപ്പോഴാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വർത്തമാനം ഇങ്ങനെ. മറ്റൊന്ന്, കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മനുഷ്യനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിനപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. അമിത്ഷാ പറയുകയാണ്, കേരളത്തെ നേരത്തെ കൂട്ടി വിവരങ്ങൾ അറിയിച്ചിരുന്നതാണ്, അവിടെ ഉരുൾപൊട്ടുമെന്നും ഇങ്ങനെ സംഭവിക്കുമെന്നും ഒക്കെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കേരളത്തോട് എന്താണ് ഇങ്ങനെ ഒരു അമർഷം ഈ ആളുകൾക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവിടെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടും ശക്തമായിട്ടും മനസ്സിലാകും എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടാണ് ഇങ്ങനെ. അതുപോകട്ടെ, നമ്മുടെ പാർലമെന്റ് മന്ദിരം, ഈ ഭരണാധികാരികൾ നടത്തിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ടാണ് 10-60 വർഷക്കാലത്തേക്ക്, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് വലിയ വാശി പിടിച്ച് പണതുണ്ടാക്കിയ ഒരു പാർലമെന്റ്, കോടാനുകോടി രൂപ മുടക്കിയ പാർലമെന്റ് നടുക്ക് ചോർന്നൊലിക്കുകയാണ്.
ഇതിനു മുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. വിമാനത്താവളങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. തന്നെയുമല്ല, മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കി നമ്മളെ രക്ഷിക്കാൻ ഇതാ ഒരു ദൈവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മതം, വിദ്യാഭ്യാസവും സമ്പത്തുമില്ലാത്ത വെറുതെ പാവങ്ങളായിട്ടുള്ള പട്ടിണി പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അയോധ്യ എന്നൊരു ക്ഷേത്രമുണ്ടാക്കി അവിടെ ഒരു രാമനെ അവരോധിച്ച് രാമൻ നമ്മളെ കാക്കുമെന്ന് പറഞ്ഞ് അവിടെ ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ക്ഷേത്രമുണ്ടാക്കി. ആ ക്ഷേത്രവും ചോർന്നൊലിക്കുകയാണ്. എത്രയോ കോടി രൂപ നമ്മളെ ഈ രാജ്യത്തിൻ്റെ ഫണ്ടാണ് എന്നൊന്ന് ഓർക്കണം. ആരുടെയാണെങ്കിലും രാജ്യത്തിൻ്റെ സ്വത്താണല്ലോ. ക്ഷേത്രം ഏതാണെങ്കിലും രാജ്യത്തിൻ്റെ സ്വത്താണ്. അതും ചോർന്നൊലിക്കുകയാണ്. വിമാനത്താവളങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുകയാണ്. മോദി ഭരണത്തിൽ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത് മിക്കതും തകർന്നടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കാണുന്നതിലും കേൾക്കുന്നതിലും അർത്ഥം? എന്നിട്ടാണ് ഈ കേരളത്തെ ഇത്രമാത്രം ഇകഴ്ത്തി കാണിക്കാൻ കേന്ദ്ര ഭരണാധികാരി വർഗം ഈ സ്വരുക്കൂട്ടുന്നത്. ഈ ആപത്ത് കാലത്തും ഇങ്ങനെ വിവേചനവും തെറ്റിദ്ധാരണകളും പരത്തുന്ന ഇത്തരക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വികാരം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നു. ഇത് ആരെയും വേദനിപ്പിക്കാനല്ല, കേരളത്തിൻ്റെ മനസ്സാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കർണാടകത്തിൽ കണ്ടു. അർജുൻ എന്ന പയ്യൻ ലോറിയുമായി പോയിട്ട് മാസങ്ങളാവുകയും 1 മാസമാകാൻ പോകുന്നു. ഇതേവരെ ഒരു തുമ്പുമില്ല. നമ്മുടെ സൈന്യത്തെ ഇകഴ്ത്തി കാണുന്ന തരത്തിലേക്ക്, വേണ്ടത്ര തരത്തിലേക്കുള്ള അന്വേഷണത്തിന് ഒരു ആയുധങ്ങളും വിട്ടുകൊടുക്കാതെ അവയെല്ലാം മൂട്ടിക്കെട്ടി ആരൊക്കെയോ തടഞ്ഞതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു അർജുൻ പോയിട്ട് 1000 അർജുന്മാരാണ് മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഈ കേരളത്തോട് കാണിക്കുന്ന വിവേചനങ്ങൾക്ക് എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? കേരളം എന്തിനേയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, കേരളത്തിൽ എല്ലാം സുരക്ഷിതമാണ്, എല്ലാം സുഭിക്ഷമാണ്, എല്ലാം കൊണ്ടും കേരളം ഒന്നാമതാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ വിവേചനം. ഇതൊരു പൊതു ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു അക്ഷരം ഉരിയാടാത്ത കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഭരണാധികാരികളും കേരളത്തോട് വിവേചനം കാണിക്കുകയാണ്. മരണത്തിലെങ്കിലും സഹായിക്കാൻ. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അന്നം മുട്ടി ഒരു ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മൂടിക്കെട്ടിക്കെട്ടപ്പോൾ നമുക്ക് പച്ചരി തന്നിട്ട് ആ അരിയുടെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയിട്ടുള്ളവരാണ് കേന്ദ്ര ഭരണാധികാരികൾ എന്ന് നാം മറന്നു പോകരുത്. ഇതിനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചു എന്നതിൽ ഒരു തെറ്റായി നിങ്ങൾക്ക് തോന്നേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ പ്രതികരിക്കും. നമ്മൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയക്കാരുമാണ് കേന്ദ്രത്തിലേക്ക് ഇന്ന് നേതാക്കന്മാരായി വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഏത് ഭാഗത്തു നിന്നായാലും കേന്ദ്രത്തിൽ ഇന്ന് വിദ്യാഭ്യാസവും അതുപോലെ ദീർഘവീക്ഷണവുമുള്ള നേതാക്കന്മാർ കേരളത്തിൽ നിന്നാണ് ഉയർന്നെണീറ്റ് വരുന്നത് എന്ന് ഈ കേന്ദ്ര ഭരണാധികാരി വർഗം ഓർക്കേണ്ടത്. അത് നമ്മുടെ നാടിന് അതൊരു ഗുണം ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ് എന്നാണ് എൻ്റെ പക്ഷം. കേന്ദ്രം ഇത്രമാത്രം വിവേചനം കാണിക്കാൻ, ഒരു ആപത്ത് കാലത്തെങ്കിലും ഇങ്ങനെ വിവേചനം കാണിക്കാതെ, തെറ്റിദ്ധരിപ്പിക്കാതെ ജനത്തെ ചേർത്ത് പിടിക്കാൻ ഈ ഭരണകൂട വർഗം തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നെ കേട്ട നിങ്ങൾ ഇത് മറ്റൊന്നും വിചാരിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വികാരപരമായ അറിയിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് യൂട്യൂബിലൂടെ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത്. എന്നെ കേട്ട നിങ്ങൾക്ക് സന്തോഷവും നന്മയും നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ എന്നെ കേട്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.